മനസ്സിൽ തട്ടിയായിരിക്കില്ല. കടമകൾ ചെയ്യാൻ വേണ്ടി മാത്രമായി യാന്ത്രികമായിട്ടായിരിക്കും ഇപ്പൊ എന്നോടൊപ്പം നീ നിൽക്കുന്നത്. നീ ഇപ്പൊ കാണിക്കുന്ന അടുപ്പവും തരുന്ന ആത്മവിശ്വാസവും ഒക്കെ ആ രീതിയിലായിരിക്കും. അത്രയെങ്കിലും നീ ചെയ്യുന്നത് കൊണ്ടാ ഞാനിപ്പോ ജീവിച്ചിരിക്കുന്ന തന്നെ. ദേവി, നാളെ സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ പിന്നെ നിന്റെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. എന്നെ ഓർത്ത് നീ വിഷമിക്കില്ലേ? കാരണം ഈ നന്ദു ആയിരുന്നല്ലോ നിന്റെ ജീവൻ. പക്ഷെ ദേവി, തളർന്നു പോകരുത്, നിരാശപ്പെടുകയായിരുത്. ജീവിതം നിനക്ക് മുന്നിലുണ്ട്. നീ നാളെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകേണ്ടവളാ. ജനലക്ഷങ്ങളുടെ നേതാവാകേണ്ടവളാ. നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഒരു സ്ഥാനം ഉണ്ടാവേണ്ടവളാ. ദേവി, ഒരു കൊലപാതകയായി ജയിലിൽ കിടക്കുന്ന എന്നെ ഓർത്ത് ദുഃഖിച്ച് നിന്റെ വലിയ ഭാവി ഉലച്ചു കളയരുത്. എന്റെ വഴിക്ക് വിട്ടേക്ക്. നീ നിന്റെ ജീവിതം ജീവിക്കണം. ചെറിയ പ്രായം നിനക്ക്. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണം. ഡിവോഴ്സ് നോട്ടീസ് ഞാൻ ഒപ്പിട്ട് തന്നേക്കാം. നീ ഇപ്പൊ നിന്റെ വീട്ടിലേക്ക് പോവാ. അത് കഴിഞ്ഞ പിന്നെ ദേവി, ഇത്രയും ഞാൻ സംസാരിച്ചിട്ടും നിനക്കൊരു വാക്കുപോലും എന്നോട് പറയാനില്ലേ? ഒന്നും പറയണ്ട. ഉത്തരവില്ലാത്ത ചോദ്യങ്ങളല്ലേ ഞാനും വരുത്തി വെച്ചത്. ഞാൻ നിനക്ക് പാര ദേവി. ഏതോ ഒരു പരിചയക്കാരൻ, അത്രയെങ്കിലും ദേവിയുടെ മനസ്സിൽ ഒരു വെറുക്കപ്പെട്ട ആളുടെ രൂപമാണ് എന്റേത്. നന്ദു, നന്ദു എന്റെ ഫ്രണ്ടാ. കളങ്കമില്ലാതെ ഞാൻ പ്രണയിച്ച എന്റെ കൂട്ടുകാരൻ. മരിക്കോളം എന്റെ മനസ്സിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ പഴയ നന്ദു ഉണ്ടാവും. ആ നന്ദുവിനെ മറക്കാൻ എനിക്ക് പറ്റില്ല. വലിയ തെറ്റ് ചെയ്തവർക്കും ശിക്ഷയ്ക്ക് മുമ്പ് ചില അവസാന ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ?